ലഹരിവിരുദ്ധ പ്രചാരകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാടിൻ്റെ തനി സ്വഭാവം പുറത്തുവന്നത് പോക്സോ കേസിൽ അറസ്റ്റിനായതോടെയാണ്. ആദ്യഘട്ടത്തിൽ പലർക്കും അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ കേസിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെയാണ് അയാളിലെ കാപട്യം നിറഞ്ഞ മനുഷ്യനെ മനസ്സിലായത്. ഫിലിപ്പ് മമ്പാട് നടത്തിയത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ മുറിയെടുത്തത് പോലീസ് ID കാർഡ് കാണിച്ചാണെന്നും അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 16-കാരിയെ പീഡിപ്പിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്റെ അടുക്കൽ കൌൺസിലിംഗിന് വന്ന 16-കാരിയെ കാസർഗോഡ് കൊണ്ടുപോയി ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഫിലിപ്പ് മമ്പാട് സ്വയം പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്. എന്നാൽ ഹോട്ടലിൽ പോലീസ് ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ മുറിയെടുത്തതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് വ്യാജ ID കാർഡാണോ അതോ മുൻപുണ്ടായിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സൂക്ഷിച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കും. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി തന്നെ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതാണ്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നുവെന്നാണ് കുട്ടിയെ ധരിപ്പിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംഭവം പുറത്തറിഞ്ഞതോടെ അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിനെ ശ്രമിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനഃപൂർവ്വം ചെയ്ത ഗുരുതര കുറ്റകൃത്യമായതിനാൽ ജാമ്യം അനുവദിക്കരുത്. പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്തേക്ക് കടക്കാനുമൊക്കെ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വിശദമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.